പല ആളുകളും പറയുന്നത് പോലെ ഞങ്ങളിത് ഓതുന്നുണ്ട് ഉസ്താദ്, പക്ഷെ ഒരു നേട്ടവും ഇല്ലല്ലോ, ഞങ്ങളിത് ചിലപ്പോൾ കടങ്ങൾ മാറാനും ഒക്കെ ആയിട്ട് ഓതുന്നുണ്ട്, പക്ഷെ ഒന്നും കടമൊന്നും മാറുന്നില്ല. പക്ഷെ ഓതുന്ന നമ്മുടെ കുഴപ്പം, ഇത് ഓതുമ്പോൾ ചില കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഖിബിലക്ക് മുന്നിട്ട് ഇരിക്കുക. ഇത് ഖുർആൻ ഓതുന്ന സമയത്ത് എങ്ങനെയായിരിക്കുന്നത്? ഖിബിലക്ക് മുന്നിട്ട്, നിർബന്ധമായ കാര്യമല്ല, പക്ഷെ അദബാണ്, മര്യാദയാണ്, സുന്നത്താണ്. ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക, നല്ല രൂപത്തിൽ വുദുവെടുക്കുക. അതായത് മൊബൈലിൽ നോക്കിയല്ല ഓതേണ്ടത്, ഖുർആനിൽ തന്നെ. ഖുർആൻ എടുക്കണമെങ്കിൽ ഏതായാലും വുദു വേണമല്ലോ. ഖുർആൻ നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് വളരെ ഭവ്യതയോടുകൂടി സൂറത്തുൽ ഫത്ഹ് എന്ന എൻ്റെ ഉമ്മച്ചിമാരെ, എൻ്റെ വാപ്പിച്ചിമാരെ നമ്മളൊന്ന് ഓതി നോക്കിക്കേ. ഖിബിലക്ക് മുന്നിട്ട് നല്ല വുദുവോടുകൂടി ഖുർആൻ നോക്കിയിട്ട് ഔറത്തൊക്കെ മറച്ച്, തലമറച്ച്, മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടില്ല. സ്ത്രീകൾ മുടി പുറത്തേക്ക് കാണാതെ, പുരുഷന്മാരാണെങ്കിൽ തലമറച്ച് സുന്നത്താണ്, തലമറച്ചോതുക. തലമറക്കില്ല, തലമറച്ചിട്ടോതുക. മറ്റ് സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക. അല്ലേ? ഒരാൾ വന്നാൽ തന്നെ നമ്മളത് എന്ത് ചെയ്യുക? ഇനിയിപ്പോൾ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കരുത്. ഇനി എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് എങ്കിലും എന്ത് ചെയ്യുക? ആ ഖുർആൻ ഇങ്ങനെ നമ്മുടെ മടക്കുക, ഖുർആൻ ഇങ്ങനെ മടക്കി വെക്കുക, എന്നിട്ട് അയാളോട് സംസാരിക്കുക. വീണ്ടും നമ്മളിങ്ങനെ തുറന്നിട്ട് ബാക്കി ഓതലല്ല, മറിച്ച് അഊദും ബിസ്മിയും ഓതിയിട്ട് നമ്മൾ ഓതുക. ഇത് ഓതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നല്ല മനസാന്നിധ്യത്തോടെ അർത്ഥം മനസ്സിലാക്കി ഓതാൻ ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. കാരണം നമ്മളൊക്കെ മലയാളികളാണ്, നമ്മൾ ഇതിൻ്റെ അർത്ഥമൊന്നും കൂടുതലായി പഠിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അത് ആശ്വസിപ്പിക്കുന്ന വാക്ക്, നബിയെ സന്തോഷിപ്പിക്കുന്ന ഒരു സൂറത്താണ്. ഇത് അള്ളാഹുവിൻ്റെ വലിയ സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളെ പറ്റിയൊക്കെ പറയുന്നൊരു സൂറത്താണ്. ഇത് അള്ളാഹുവിനെ പറ്റി പറയുന്ന സൂറത്താണ്. ഇത് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ പറ്റി പറയുന്ന സൂറത്താണെന്ന് മനസ്സിലാക്കി നല്ല മനസാന്നിധ്യത്തോടെ ഓതുക. എങ്കിൽ ഇൻഷാ അള്ളാഹ് ഇങ്ങനെ ഓതിയാൽ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? ഫത്ഹ് ഉണ്ടാകും. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം, കച്ചവടത്തിൽ വിജയമുണ്ടാകും, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. ആരോഗ്യം കിട്ടാൻ ഓതുക. ഇത് ഓതിയാൽ ആരോഗ്യത്തിൽ ഫത്ഹ് ഉണ്ടാകും, വിജയമുണ്ടാകും. ഇടപെടലുകൾ, നമ്മുടെ ദുന്യാവ്, നമ്മുടെ ആഖിറം, അല്ലെ നമ്മുടെ ഖബർ. അതുപോലെ ഒരുപാട് പേര് കേസുകളിൽ പെട്ടുപോയിട്ടുണ്ട്, കള്ളക്കേസും അതല്ലാത്ത കേസുകളിൽ പെട്ടുപോയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഫത്ഹ് ആവാൻ, അതിൽ നിന്നെല്ലാം സലാമത്താവാൻ ഈ സൂറത്തുൽ ഫത്ഹ് ഓതിക്കോ. ഹജ്ജിന് പോകണം, എനിക്ക് ഉംറക്ക് പോകണം, എനിക്ക് നല്ല ജോലി കിട്ടണം, എനിക്ക് നല്ലൊരു വീടുണ്ടാവണം, എനിക്ക് നല്ല മക്കളുണ്ടാവണം, ഉള്ള മക്കൾ നന്നാവണം, അതുപോലെ തന്നെ നല്ല വരുമാനമുണ്ടാവണം, നല്ല വാഹനം എനിക്കെടുക്കണം, എൻ്റെ പരീക്ഷ ജയിക്കണം, എൻ്റെ ഇൻ്റർവ്യൂ പാസ്സാവണം, അതുപോലെ എനിക്ക് PSC ടെസ്റ്റ് ജയിക്കണം. ഇങ്ങനെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ മുൻനിർത്തിയിട്ട് 3 ദിവസം തുടർച്ചയായിട്ട് ഓതാം. പല മഹത്തുക്കളും പല എണ്ണം അതത് പറയുന്നുണ്ട്. 3, 5, 7, 9, 11, 13, 15, 17, 19, 21 അല്ലെങ്കിൽ 41. ഈ ദിവസങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞത് ഞാൻ ഈ എണ്ണം പറഞ്ഞത് ദിവസങ്ങളുടെ എണ്ണമാണ്. ഒന്നുകിൽ 3 ദിവസം, അതായത് 3 ദിവസം തുടർച്ചയായിട്ട് നല്ല മനസാന്നിധ്യത്തോടെ ഓടുക. ഇടത്തരം നിൽക്കുന്നത് 11 ദിവസമാണ്. 11 ദിവസം അല്ലെങ്കിൽ 21 ദിവസം നമ്മൾ എന്ത് ചെയ്യുക? നല്ല മനസാന്നിധ്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഈ സൂറത്തുൽ ഫത്ഹ് ഓതുക. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ മുറാദുണ്ട് അത് ഹാസിലായി കിട്ടാൻ. 3 ദിവസം ഓതിയിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ അർത്ഥം? അങ്ങനെയാണെങ്കിൽ 5 ദിവസം ഓതുക. 5 ദിവസം ഓതിയിട്ട് നമുക്കൊന്നും ആയിട്ടില്ലെങ്കിൽ 7 ദിവസം ഓതുക. 7 ദിവസം ആയിട്ടില്ലെങ്കിൽ നമ്മൾ 9 ദിവസം, 9 ദിവസം ആയിട്ടില്ലെങ്കിൽ 11. ഇൻഷാ അല്ലാഹ് കൂടിയത് 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഓതിക്കോ. നമ്മുടെ മനസ്സിൽ ആ ഒരു മുറാദ് മനസ്സിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഇത് നിർവഹിച്ച് കിട്ടണം, ഇത് ഖൈറായി കിട്ടണമെന്ന് മനസ്സിൽ കരുതിയിട്ട് ഈ സൂറത്ത് ഓതിക്കോ, ദുആ ചെയ്തോ, കിട്ടിക്കോളും.